അപർണ ഫസ്റ്റ് ടോപ്പിക് ഏതാ? Sir, Andaman and Nicobar Islands. ഏത് ഏത് കടലിലാണ് ആൻഡമാൻ നിക്കോബാർ? അപർണ Andaman Nicobar Islands. ഇന്ത്യൻ ഓഷ്യനിലാണോ Indian അറബിക്കടലിലാണോ Ocean. ബേ ഓഫ് ബംഗാളിൽ? Arabic Ocean ആണ് തോന്നുന്നു. അല്ല, ഇന്ത്യൻ ഓഷ്യനിലാണ് തോന്നുന്നു. ഇനി ഓരോ ഓപ്ഷൻ ഉണ്ട്, ബേ ഓഫ് ബംഗാളൂടെ ഉണ്ട്. അല്ല, ഇന്ത്യൻ ഓഷ്യനിലാവും. ഇന്ത്യൻ ഓഷ്യനിലല്ല. അറബിക് കടലിലാണ്. അല്ല. ഇപ്പൊ എനിക്കറിയില്ല സർ. പിന്നെ ബേ ഓഫ് ബംഗാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെയോ? ശരി, രണ്ടാമത്തെ ടോപ്പിക് ഏതാ PDF ല്? സർ, ലേക്ക് കരീബ. മൂന്നാമത്തെ ടോപ്പിക് പ്രധാൻ മന്ത്രി ഉജ്ജ്വല യോജന. ഓക്കെ, പ്രധാൻ മന്ത്രി ഉജ്ജ്വല യോജന. നാലാമത്തെ ടോപ്പിക് ആർടെമിസ് ആക്രോസ്. ഓക്കെ. അഞ്ചാമത്തെ ടോപ്പിക് ലക്ഷ്മണ തീർത്ഥ റിവർ. ലക്ഷ്മണ തീർത്ഥ റിവർ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്. സർ, കഴിഞ്ഞു സർ. ഇത്രേ ഉള്ളോ? അഞ്ചെണ്ണേ ഉള്ളൂ. ആ. ഓക്കെ. നമ്മുടെ ഇന്ത്യയിലെ ചുറ്റും എത്ര കടൽ പോലത്തെ സാധനം ഉണ്ട്? ഇപ്പം നമ്മൾ മൂന്നെണ്ണത്തിന്റെ പേര് പറഞ്ഞു. ഒന്ന് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു അറബിക്കടൽ എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു ബേ ഓഫ് ബംഗാൾ എന്നല്ലേ? ശരിയല്ലേ? അപർണയോടല്ലേ ചോദിച്ചാ? അപർണ ശരിയല്ലേ? അതെ സർ. ഇപ്പൊ നമ്മുടെ കേരളം, ഇപ്പോ അപർണ മനസ്സിൽ ഇന്ത്യയുടെ ഒരു മാപ്പ് നോക്കുവാണെങ്കിൽ ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു മാപ്പ് നമ്മൾ മനസ്സിൽ വിചാരിച്ച ആ മാപ്പില് നമ്മുടെ കേരളം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലൊരു ധാരണ ഉണ്ടാവും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ അടുത്ത ആളോട് ചോദിക്കാം. ജിൻസി, നമ്മുടെ കേരളം എവിടെയാണെന്ന് ഒരു ഐഡിയ മനസ്സിൽ മാപ്പിൽ നോക്കി, മനസ്സിൽ ഇങ്ങനെ മാപ്പ് വിചാരിക്കുക, കേരളം എവിടെയാണെന്ന് വിചാരിക്കുക. അപ്പൊ കേരളത്തിനോട് ചേർന്ന് ഒരു കടൽ കിടപ്പുണ്ട്. ആ കടലിന്റെ പേര്? ഇന്ത്യൻ ഓഷ്യൻ ആണോ? ഇന്ത്യൻ ഓഷ്യൻ അല്ലല്ലോ. കേരളത്തിനോട് ചേർന്ന് ഒരു ഐലൻഡ്, ഫോൺസ വേണ്ട, ഞാൻ ചോദിച്ചോളാം. കേരളത്തിനോട് ചേർന്ന ഒരു ഐലൻഡ് ഉണ്ട്, അതിന്റെ പേര്? ബേ ഓഫ് ബംഗാൾ ആണോ? ഐലൻഡ് ഇടും, അതായത് നമ്മുടെ ദ്വീപ്. അങ്ങനെ ഏതെങ്കിലും നമ്മളെ കേരളത്തിനോട് ചേർന്ന് ദ്വീപ് എല്ലാം കിടപ്പുണ്ടോ? ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഉണ്ട് അല്ലെ? ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ? കവരത്തി. അനാർക്കലി എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടമുള്ള മലയാള സിനിമ നടൻ ആരാ? മോഹൻലാല്. മോഹൻലാൽ ആ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ജിൻസി. ഫോൺസ, കവരത്തി ക്യാപിറ്റലാണ് ലക്ഷദ്വീപിന്റെ, ശരിയല്ലേ? യെസ് സർ. ഈ ലക്ഷദ്വീപ് ഒരു ഐലൻഡ് അല്ലേ? അതെ. അപ്പൊ ഒരു ഐലൻഡേ ഉള്ളൂ, അവിടെ കുറെ ഐലൻഡ്സ് ഉണ്ടോ? കുറേയുണ്ട്. എത്ര എണ്ണം ഉണ്ടാവും? 36 ആണോ? അത്രയും ചിലപ്പോ കാണും. പക്ഷെ മനുഷ്യൻ താമസിക്കുന്ന ഐലൻഡ്സിന്റെ എണ്ണം ഉണ്ടാവും, ഉണ്ടോ? ചെതറിക്കിടപ്പുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഈ ഐലൻഡ്സ് എന്ത് ടൈപ്പ് ഐലൻഡ് ആണെന്ന് പറയാൻ പറ്റുമോ? അതായത് കോറൽ ആണോ? യെസ്, കോറൽ ഐലൻഡ്സ്. ഹരികൃഷ്ണ,
എടാ നമുക്ക് ഈ ലക്ഷദ്വീപ് ഐലൻഡ് ഇന്ത്യയുടെ ഒരു ഐലൻഡ് ആണ്. ഇതുപോലെ ആ വേറൊരു അതെ ഐലൻഡാണ് ഈ ആൻഡമാൻ നിക്കോബാർ അല്ലെ? അതെ ആൻഡമാൻ നിക്കോബാർ എന്ന ഐലൻഡ് ഉള്ള കടല് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബേ ബേ ഓഫ് ഓഫ് ബംഗാൾ. ബംഗാളാണ് അല്ലെ? ആ ഓക്കെ. ഈ ആ ചുമ്മാ ചോദിക്കണം, നീ നിനക്ക് അറിയാൻ നോക്കുക. ഈ ആ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് കോറൽ ഐലൻഡ് ആണോ അല്ലയോ? ഈ കോറൽ കോറൽ എന്ന് ഐലൻഡ്. ഉദ്ദേശിച്ചത് പവിഴപ്പുറ്റുകൾ ആ കൊണ്ടുണ്ടാക്കിയ പവിഴപ്പുറ്റുകളും സാധനങ്ങളും ഉണ്ടാക്കി. അങ്ങനെയുള്ള ഐലൻഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. സാധ്യത ഉണ്ടോടാ? ഐലൻഡ്സ് ഇപ്പം റീജിയണൽ ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ട് ആവാൻ സാധ്യതയില്ലാതില്ല. ശരി. ആ ഒരു കോമൺ സെൻസ് ക്വസ്റ്റ്യന്, ഈ ആ കോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞില്ലേ പവിഴപ്പുറ്റാന്ന്. ആ ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലത്ത് പവിഴപ്പുറ്റ് നിൽക്കുവോ അതോ അത് ഇടിഞ്ഞു പൊളിഞ്ഞു ഇല്ല, ഫ്ലോ കൂടുതലാണെങ്കിൽ പോവാൻ ചാൻസ് ഉണ്ട് ചാൻസ്? എങ്ങോട്ടെങ്കിലും അപ്പൊ നിനക്ക് ഒരു ചാൻസ് കോമൺ ഉണ്ട്. സെൻസിൽ ആലോചിക്കാം, അറബിക്കടലിലുള്ള അത്ര ഒഴുക്കില്ല എന്ന് പറയാൻ പറ്റില്ലേ? ആ ശരിയാണ്. അതുകൊണ്ടല്ലേ അവിടെ അറബിക്കടലിൽ ലക്ഷദ്വീപ് ഐലൻഡ്സ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്? നമുക്ക് ഒരു കോമൺ സെൻസ് ചിന്തിച്ചൂടെ? പറയാൻ പറ്റും. ഓക്കെ. ഈ കോറൽ ഐലൻഡ്സ് എന്ന് നമ്മൾ പറയുമ്പോ ഇപ്പൊ ഈ ശംഖ്, നീ ശംഖ് കണ്ടിട്ടുണ്ടോ? ശംഖ് നോർമലായിട്ടുള്ള കണ്ടിട്ടുണ്ട്. സൈസ് കക്ക, പല ഓ ഈ ഈ ഈ കക്കയും ശംഖും ഒക്കെ നീ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കാൽസ്യം കമ്പോണൻസ് അല്ലേ? അതെ അതെ അല്ലേ? അക്യുമുലേറ്റ് ആയിട്ട് ഉണ്ടാവണം. അക്യുമുലേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ കോറൽ എന്നുള്ള ഐലൻഡ്സ് ഉണ്ടാവണേ അല്ലേ? അതെ അതെ നമ്മൾ ഈ ശംഖിനെ എടുത്ത് ഒരു ആസിഡിന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ശംഖ് എന്ത് പറ്റും? മെൽറ്റ് ആവാൻ ചാൻസ് ദ്രവിച്ച് ഡിസോൾവ് ആയി റിയാക്ഷൻസ്. പോകാനുള്ള സാധ്യത ഉണ്ടല്ലേ? അപ്പൊ ഈ അറബിക്കടലില് അറബിക്കടലിലെ വെള്ളത്തിന് അസിഡിക് വാല്യൂല് അറബിക്കടലിലെ വെള്ളത്തിന് അസിഡിക് വാല്യൂ കൂടിക്കൂടി വരുവാണെങ്കിൽ ഈ കോറൽ ഐലൻഡ്സുകൾ ഇല്ലാതായി പോകാനുള്ള സാധ്യതയില്ലേ? ഡാമേജ് പറ്റും എന്തായാലും. ഡാമേജ് വരാം. അങ്ങനെ വന്നാൽ കുറെ കാലം കഴിയുമ്പോൾ ഈ കോറൽ ഐലൻഡ്സ് ഇല്ലാതാവാനുള്ള ചാൻസ് ഇല്ലേ? ചാൻസ് ഉണ്ട്. അപ്പം അതൊരു ത്രെട്ട് അല്ലേ? ത്രെറ്റാണ്. അപ്പൊ നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ കേരളത്തിലും അങ്ങനെ ഇന്ത്യയിലെ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഇതുപോലെ ഒത്തിരി പൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത ആ പൊല്യൂഷൻസ് അല്ലെങ്കിൽ പുകയും ഫാക്ടറീസ് എന്നുള്ള പൊടിയെല്ലാം ആകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് മഴവെള്ളത്തിലൊക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ അസിഡിക് വാല്യൂ കൂടാൻ ചാൻസ് ഇല്ലേ? ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ കടലിലെ വെള്ളത്തിൽ അസിഡിക് വാല്യൂ കൂടൂലേ? കൂടും, കാരണം കടലിലേക്കാണല്ലോ ലാസ്റ്റ് വരിക. യെസ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോറൽ ഐലൻഡുകള് വലിയൊരു ത്രെട്ടിലാണ്. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ കോറൽ ബ്ലീച്ചിങ് എന്ന് പറയും. എന്ത് പറയും? ക്ലോറൽ ബീച്ച്. കോറൽ അല്ല, കോറൽ ഉദ്ദേശിച്ചതാണ്. പക്ഷെ അതെ. അപ്പൊ ഈ കോറൽ ബ്ലീച്ചിങ് വന്നത് കൊണ്ട് ചിലപ്പം നമുക്ക് ഈ ലക്ഷദ്വീപ് എന്നൊരു ഐലൻഡ് ഭാവിയിൽ ഇല്ലാതാവാനുള്ള ചാൻസ് ഇല്ലേ? ഗ്ലോബൽ വാർമിംഗ് കൊണ്ടും ഈ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? ഗ്ലോബൽ വാർമിംഗ് വരുമ്പം ഉണ്ട്. അതെ, ഗ്ലോബൽ വാർമിംഗ് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ചൂടാവുന്നതിന് കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ മോണോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പോലുള്ള ഇത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആസിഡിക് ആവും. ശരിയല്ലേ? ഓക്കെ. നീ ഓസ്ട്രേലിയ എന്ന് കേട്ടിട്ടില്ലേ? ഓസ്ട്രേലിയ കേട്ടിട്ടില്ല. ഈ ഓസ്ട്രേലിയയുടെ ഒരു പോർഷൻ നമ്മൾ മാപ്പിൽ നോക്കുവാണെങ്കിൽ അവിടെയും നമ്മുടെ ഇങ്ങനത്തെ ഇന്ത്യനെ വെക്കാൻ പറ്റും. ശരിക്കും ഇന്ത്യ അവിടെ നടന്നു വന്ന പോലെ ഉള്ള ഒരു അങ്ങനെ. അപ്പൊ ഈ അവിടെ ഒരു കോറൽ ഐലൻഡ്സ് ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോറൽ റീഫ് എന്ന് പറയും. റീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മതില് പോലെ ഈ ഓസ്ട്രേലിയനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓസ്ട്രേലിയ പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഒരു ബീച്ചിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് ആ കടലോട്ട് ഇറങ്ങാം. കാരണം കടലിന് അങ്ങറ്റത്ത് ഈ റീഫ് ഒരു മതില് പോലെ ഇരിക്കുന്നതുകൊണ്ട് അതിനപ്പുറത്തേക്ക് വലിയ കടൽ വരുള്ളൂ. അപ്പൊ അവിടം വരെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം. അപ്പൊ പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഗ്ലോബൽ വാർമിങ്ങും ഞാൻ ഈ പറഞ്ഞ പൊല്യൂഷനും കാരണം ഈ കടലിന്റെ അസിഡിക് വാല്യൂ കൂടുന്നതുകൊണ്ട് ഈ കോറൽ റീഫുകൾ ഇല്ലാതായി പോകും. യെസ്. എന്നാൽ ഈ പ്രശ്നം ആൻഡമാൻ നിക്കോബാർ ഐലൻഡിന് ഇല്ല. കാരണം ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ കോറൽ റീഫ് പോലത്തെ അല്ലെങ്കിൽ ഇതുപോലുള്ള ശംഖ്, കക്ക അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയതല്ല. അത് ഭൂമിക്കടിയിൽ നിന്ന് ലാവ വന്ന് അത് തണുത്തുറഞ്ഞ് പാറയായിട്ടുള്ള ഐലൻഡുകളാണ്. You get my point? Yes. Okay. മിനറൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഏതാടാ? അല്ല, വേറെ
മെറ്റൽസ് പോലത്തെ മിനറൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി അത് ഭൂമിക്കടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പ്. മാത്രമല്ല നിനക്കറിയാമോ, ഇന്ത്യയില് ഒരേ ഒരു വോൾക്കാനോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇൻ ആൻഡമാൻ നിക്കോബാർ. നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. ബാരൻ ഐലൻഡ്സ് എന്നാ അതിന്റെ പേര്. ഇപ്പൊ റീസെന്റ് അതിന്റെ പേര് മാറ്റിയെന്നൊക്കെ ഞാൻ കേട്ടു. ആൻഡ് വൺ മോർ ഇൻട്രസ്റ്റിംഗ്, നീ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ആൻഡമാൻ നിക്കോബാറിൽ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിന്റെ പേരാണ് സെന്റിനൽ ഐലൻഡ്സ്. ഈ ഐലൻഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയുള്ള ഒരു പ്രത്യേക ഒരു 100-500 എണ്ണം വരുന്ന ആദിവാസി ഗ്രൂപ്പുകളുണ്ട്. വളരെ ആദ്യകാല മനുഷ്യരാണ്. അവര് പുറം ലോകമായിട്ട് ഇന്ന് വരെ കോണ്ടാക്ട് വന്നിട്ടില്ലാത്തവർ. അത് നീ കേട്ടിട്ടുണ്ടോ? അത് എവിടെയോ ആരോ പറഞ്ഞു സെന്റിനൽ കേട്ടിട്ടുണ്ട്. സാറാ എവിടെയോ ആരോ പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, അല്ല, നീ ഇപ്പൊ ഒരു വള്ളം എടുത്തിട്ട് യുണൈറ്റഡ് നേഷൻസ് പ്രൊട്ടക്റ്റഡ് ആണെന്നോ അങ്ങനെ എന്തോ. ഐ മീൻ നോട്ട് യുണൈറ്റഡ് നേഷൻ പ്രൊട്ടക്ഷൻ, ഇന്ത്യൻ പ്രസിഡന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. യുഎൻ ആ, നമ്മുടെ protect ഇന്ത്യയിലെ ചെയ്യുന്നതാണ്. ഒരു സ്ഥലം പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അത് ഉദ്ദേശിച്ച് അങ്ങനെ അവരെന്തോ ആയിട്ട് അംഗീകരിച്ചേക്കുന്നതാണെന്നോ അല്ലെ? അത് എത്നിക് ഗ്രൂപ്പ്സ് ആയിട്ട്, അതായത് അങ്ങനെ എന്താ സെൻസിറ്റീവ് മനുഷ്യരായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തോ അംഗീകരിച്ചിട്ട് ഒരു പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നു. യെസ്, വെരി ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. എല്ലാവർക്കും അത് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ അന്വേഷിക്കാവുന്ന ടോപ്പിക്കാണ്. ഞാൻ ഓപ്പൺ ഡിസ്കഷൻ ഇട്ടിട്ടുണ്ട്. സെന്റിനൽ ഐലൻഡ്സിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവര് കുന്തവും അമ്പും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളെ അപ്പൊ തന്നെ കൊല്ലും. ഓക്കെ, മാത്രമല്ല അവര് വളരെ ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള വെപ്പൺസ് ആണ് ഉപയോഗിക്കുന്നത്. അവരുടെ കയ്യിലുള്ള അമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കമ്പോ കുന്തോ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുകഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങൾ ചത്തുപോകും. അങ്ങനെ ചത്തു പോകുന്ന നിങ്ങളെ തല്ലിക്കൊന്നിട്ട് അവരെ ഐലൻഡിന്റെ ഫ്രണ്ടിൽ 2 കമ്പ് വെച്ചിട്ട് കെട്ടിത്തൂക്കി വെക്കും. ഓക്കെ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഷുഡ് നെവർ എൻ്റർ. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി ഒരു വലിയ സത്യം കൂടെ ഉണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും കേരളത്തിലെ ഉള്ള ഒരു ഇന്റർനാഷണൽ പത്രപ്രവർത്തകയുണ്ട്, പേര് ഞാൻ മറന്നുപോയി, കൊച്ചിക്കാരിയാണ്. അവര് ഈ സെന്റിനൽ ഐലൻഡ്സിൽ ഒരിക്കൽ പോവുകയും അവരോട് കുറച്ചു ദിവസം താമസിക്കുകയും ചെയ്തതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐലൻഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഐലൻഡ്സിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന മണി അല്ലെങ്കിൽ അവരുടെ പൈസ ഇടപാടുകൾ, അവരുടെ കറൻസി എന്ന് പറയുന്നത് തേങ്ങയായിരുന്നു. അപ്പൊ ഈ തേങ്ങ ഉപയോഗിച്ചാണ് ഇവര് അവിടെ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ പ്രത്യേക ടാക്ടിക്സ് ഉപയോഗിച്ച് ഈ ലേഡി അവിടെ ഒരിക്കൽ പോയിട്ടുണ്ടെന്നും അവരോട് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വാർത്തകളുണ്ട്. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ന്യൂസ്. Even now this Sentinel Islands is very highly protected by the government of India, exclusively under the surveillance of Indian Army, Indian Navy and the President of India. Now we'll come back to the topic Andaman Nicobar. So it is a very interesting area, Andaman Nicobar, and I also want to associate Andaman Nicobar with the Indian independence situations. Indian independence in the സമയത്ത് ആൻഡമാൻ നിക്കോബാറിലെ ശരിക്കും ആ ഐലൻഡിനെ ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രിസൺ ആയിട്ടാണ്, ജയിലായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഡെഫിനറ്റ്ലി യു പീപ്പിൾ മസ്റ്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, കാലാപാനി എന്നൊരു സിനിമയുണ്ട്. മോഹൻലാൽ, ആരാ, ജിൻസി, മോഹൻലാലിന് കാലാപാനി കണ്ടിട്ടുണ്ടോ? ജിൻസി പോയ മോഹൻലാൽ ഫാൻ പോയി. ഓക്കെ, സോ ദർ ഇസ് എ മൂവി കാലാപാനി. ആ കാലാപാനി എന്നുള്ള സിനിമയിൽ പറയുന്നുണ്ട് അവിടെയുള്ള ഒരു സെല്ലുലാർ ജയിലുകളെ കുറിച്ച്. ഓക്കെ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ജയിലാണ്. അപ്പൊ നമ്മുടെ ആയിരക്കണക്കിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവിടെ കിടന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, വളരെ വലിയ ടോപ്പിക്കാണ്. ആൻഡ് ഈവൻ നൗ നിങ്ങൾക്ക് അവിടെ പോകാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ആൻഡമാൻ നിക്കോബാറിൽ പോവാം. ഈ സെല്ലുലാർ ജയിലില് നിങ്ങൾക്ക് കാണാം. അവിടെ പോയി നിങ്ങൾ ആ സെല്ലുലാർ ജയിൽ കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനുശേഷം ഏതെങ്കിലും ഒരു ഇംഗ്ലീഷുകാരനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നിങ്ങൾ തല്ലിക്കൊല്ലും. ബിക്കോസ് അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു മനുഷ്യന് അത്രത്തോളം ഭീകരമായിട്ട് കൊല്ലാക്കൊല ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആ സെല്ലുലാർ ജയിൽ. അവരങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇന്ത്യൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് റീസെന്റ് ആയിട്ട് ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള അവസരം തരും. അത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളൊരു 3000 അല്ലെങ്കിൽ 2000 റുപ്പീസ് അവിടെ കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യും. എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? നിങ്ങളെ ഒരു ജയിൽ പുള്ളിയായിട്ട് അവിടെ അക്കോമഡേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു ദിവസം രാത്രി മുഴുവൻ ആ ജയിലിന്റെ ഉള്ളിൽ ഒരു തടവുകാരനെ പോലെ നിങ്ങൾക്ക് ജീവിച്ച്
പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ച അതേ ബുദ്ധിമുട്ടും വേദനയും തിരിച്ചറിയാനുള്ള അവസരം നൽകുന്ന രീതിയിൽ ഒരു ടൂറിസം പരിപാടിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ജയിൽ എന്ന് പറയുന്നത് സോളിറ്ററി കൺഫൈൻമെന്റ് ജയിലുകളാണ്. അതായത് സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഏകാന്ത തടവാണ്. ഐ ഫോർഗെറ്റ് അബൌട്ട് ദർ ഇസ് എ അത് ഏകാന്തം എന്ന് പറഞ്ഞാൽ ആ ജയിലിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പുറം ലോകമായിട്ട് നിങ്ങൾക്ക് ആകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ചെറിയ വാതിൽ, ഒരു കിളിവാതിലൂടെ മാത്രമായിരിക്കും. ഓക്കെ, അങ്ങനെ വളരെ ഡെഡ്ലി ആയിട്ടുള്ള അങ്ങനെയുമുള്ള സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. സോ now we are talking about one important point about the Andaman Nicobar Island. It is a very critical important geopolitical place. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ്. സോ ഐ വിൽ ഡ്രോ വൺ ഡയഗ്രാം. വെറുതെ റഫ് ആയിട്ടൊരു പടം വരയ്ക്കാം. ഇന്ത്യയുടെ പടമായിട്ട് വരച്ചു. അപ്പൊ ഞാൻ ഇന്ത്യയുടെ പടം വരച്ച ഏകദേശം ഒരു ഇന്ത്യ പോലെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സാക്ട് ഇന്ത്യ ഒന്നും അല്ല. ഇന്ത്യ. ഓക്കെ, ആൻഡ് ഇവിടെ ആയിട്ടാണ് ഈ ബേ ഓഫ് ബംഗാൾ വരും. റെഡ് കളർ ബേ ഓഫ് ബംഗാൾ വരും. സോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ലക്ഷദ്വീപുകൾ വരിക. ഓക്കെ, ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് ഈ താഴെയാണ് ഇന്ത്യൻ ഓഷ്യൻ. ആൻഡ് അറേബ്യൻ ഓഷ്യൻ ദാ ഇവിടെ ആയിട്ട്. ഓക്കെ, ആൻഡ് ഈ ആൻഡമാൻ നിക്കോബാർ ഇരിക്കുന്ന സ്ഥലമാണ് ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാൾ. ഈ ആൻഡമാൻ നിക്കോബാർ ഇരിക്കുന്ന ബേ ഓഫ് ബംഗാളിന്റെ മുകളിലായിട്ട് ഇവിടെ നിങ്ങൾക്കറിയാം മ്യാൻമർ, ഇന്തോനേഷ്യ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. പിന്നെ അതിന്റെ അപ്പുറത്ത് സിംഗപ്പൂര്, തായ്ലൻഡ്, കംബോഡിയ, അങ്ങനെ ജപ്പാൻ വരെ, മുകളിലോട്ട് ജപ്പാൻ വരെ. പിന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ആയിട്ട് ചൈന. ഭയങ്കര വലിയ രാജ്യമാണ് ചൈന. ബാക്കിയുള്ള പീക്കിരി രാജ്യങ്ങളാണ്. ഇങ്ങനെ ഇത്രയാണ് സ്ഥലം കിടക്കുക. അപ്പോ ഈ നമുക്കറിയാം ലോകത്തിലെ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ ഷിപ്പുകൾ, കപ്പലുകൾ വഴിയാണ് നമ്മൾ ഇതെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പൊ യൂഷ്വലി കപ്പലുകൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ചൂസ് ഒരു സ്ഥലം വരച്ചേക്കാം. ഈ സൈഡില് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയാണ് ആഫ്രിക്ക എന്നൊരു സ്ഥലം ഉണ്ടാവുക. പിന്നെ ഇവിടെ മുകളിലായിട്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റ്, അതായത് നമ്മുടെ ഖത്തർ, യമൻ, ഇറാൻ, ഇറാഖ്, ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലൂടെ ഒരു ചെറിയ കടലിടുക്ക് പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത മെഡിറ്ററേനിയൻ സീ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അതിലൂടെ ഉണ്ടാവും. അതുപോലെ ബ്ലാക്ക് സീ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ മിഡിൽ ഈസ്റ്റ് സൈഡിൽ നിന്നും ഇംഗ്ലീഷ് അല്ലെങ്കിൽ വെസ്റ്റേൺ സൈഡിൽ നിന്ന് വരുന്ന കപ്പലുകൾ, വലിയ കപ്പലുകൾ, ഈ സൈഡിൽ നിന്ന് വരുന്ന കപ്പലുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ വന്ന് സ്യൂയസ് കനാൽ, SUEZ കേട്ടോ, അതൊക്കെ ഡീറ്റെയിൽസ് നോക്കണം. സ്യൂയസ് കനാൽ എന്നൊരു കനാലുണ്ട്. ആ കനാലിലൂടെ കയറി ഇവിടെ പതുക്കെ വന്ന് ഈ അറബിക്കടലിൽ ഇറങ്ങും. എന്നിട്ട് ഈ അറബിക്കടലിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വന്നിട്ട് അവരിങ്ങനെ കപ്പൽ ഓടിച്ച് ഇന്ത്യൻ ഓഷ്യൻ കൂടെ വന്ന് ശ്രീലങ്കയുടെ ഇപ്പുറത്തൂടെ വന്നിട്ട് ഈ ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാറിന്റെ അപ്പുറത്തൂടെ അല്ലെങ്കിൽ ഇപ്പുറത്തൂടെ എന്നിട്ട് കയറി ഈ ഇന്തോനേഷ്യയുടെ ഈ ഒരു കുഞ്ഞ് ഗ്യാപ്പിലൂടെ കയറി നേരെ ചൈനയിലോട്ടും ജപ്പാനിലോട്ടും റഷ്യയിലോട്ടൊക്കെ പോകും. അപ്പൊ ഇതാണ് ഇന്റർനാഷണൽ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു വലിയ ഷിപ്പ് പോകുന്ന റൂട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം മർച്ചന്റ് നേവി ഒക്കെ പോകുന്ന, അല്ലെങ്കിൽ മർച്ചന്റ് ഷിപ്പുകൾ പോകുന്ന മെയിൻ റൂട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിലൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ രാജ്യം ഇരിക്കുന്ന ഈ സ്ഥലം, ഈ രാജ്യം അറബിക്കടലിനും ഇന്ത്യൻ ഓഷ്യനും ബേ ഓഫ് ബംഗാളിനും ഇടയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന ഷിപ്പുകളെയും ഈ പറയുന്ന എല്ലാവരെയും വാച്ച് ചെയ്യാൻ ഇന്ത്യൻ നേവിക്ക് പറ്റും, അറബിക്കടലിൽ പറ്റും. ആൻഡ് ഓൾസോ ഇന്ത്യൻ ഓഷ്യനിൽ കൂടെ പോകുന്നതിന് അവർ നമ്മൾ വാച്ച് ചെയ്യും, നമ്മൾ സർവൈലൻസ് ചെയ്യും. ബേ ഓഫ് ബംഗാളിൽ കൂടെ പോകുന്നതിന് സർവൈലൻസ് ചെയ്യും. അപ്പൊ നോക്കിക്കേ, ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇന്ത്യൻ നേവിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം എന്താ, ബേ ഓഫ് ബംഗാളിന് വളരെ ദൂരെയാണ് ഈ ഐലൻഡ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യൻ നേവിയുടെ ഒട്ടുമിക്ക ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസുകൾ എല്ലാം ഇവിടെ ഇരിക്കുന്നത് എവിടെയാണ്, ഈ ആൻഡമാൻ നിക്കോബാറിലാണ്. പിന്നെ അവിടുന്ന് മുകളിലോട്ട് ഷിപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു കുഞ്ഞ് ഏരിയ ഉണ്ട്. ഈ ഒരു കുഞ്ഞ് ഏരിയനെയാണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയാം, MALACCA, മലാക്ക. ഓക്കെ, സ്ട്രേറ്റ് ഓഫ് മലാക്ക. സ്ട്രേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം STRAIT ആണ് കേട്ടോ, STRAIT, സ്ട്രേറ്റ് ഓഫ് മലാക്ക.
ഈ സ്ട്രേറ്റ് എന്നുള്ള വാക്കിന്റെ മീനിങ് വേറൊന്നുമില്ല, രണ്ട് വലിയ ലാൻഡുകൾ, രണ്ട് വലിയ ഭൂമിയുടെ ഇടയിലൂടെ പോകുന്ന ചെറിയ വെള്ളത്തിന്റെ സ്ഥലം. ഇപ്പൊ നിങ്ങൾ നോക്കി മനസ്സിലായി, കണ്ടോ, രണ്ട് രാജ്യങ്ങളുടെ ഇടയിലൂടെ ഈ ഒരു സ്ഥലം പോണേ, കണ്ടോ? അപ്പൊ ഇതിന്റെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ ബ്ലോക്ക് ഉണ്ടാക്കിയാൽ ഈ റൂട്ടിലുള്ള കപ്പലുകൾക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ കപ്പലുകൾ ഒന്നും പോയില്ലെങ്കിൽ ഈ പറയുന്ന റഷ്യക്കോ ചൈനയ്ക്കോ ജപ്പാനോ കൊറിയയ്ക്കോ അല്ലെങ്കിൽ കംബോഡിയക്കോ തായ്ലൻഡിനോ ഫിലിപ്പീൻസിനോ ഒന്നിനും എന്ത് കിട്ടില്ല? പെട്രോളോ ഡീസലോ ഫുഡ് മെറ്റീരിയൽസോ കിട്ടില്ല. അതുകൊണ്ട് ഈ സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ സ്ഥലം ചൈനയെ സംബന്ധിച്ചും ജപ്പാനെ ഒക്കെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ രാജ്യങ്ങളിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ബ്ലോക്ക് ആക്കിയ ഈ പറയുന്ന ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പെട്ടുപോകും. അതുപോലെ തന്നെയാണ് നമ്മളെയും പിണക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ ആൻഡമാൻ നിക്കോബാറിന്റെ ഈ ഒരു ഏരിയയില് നമ്മുടെ ഇന്ത്യൻ നേവി പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവരുടെ ഈ ഷിപ്പിന്റെ മൂവ്മെന്റ് മുടങ്ങും. ഓക്കെ, അതുകൊണ്ട് അതും ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ഒരു ഐഡിയയില് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഈ ഇന്നത്തെ നോട്ട്സ് വായിച്ചു നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണോ എന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ. സനത്ത്, മനസ്സിലായോടാ ഞാൻ ഈ പറഞ്ഞ? സാർ മനസ്സിലായി. സൂരജ്? മനസ്സിലായി. സൂരജ്, ഈ ആൻഡമാൻ നിക്കോബാറിനോട് അടുത്ത് കിടക്കുന്ന ഐലൻഡ് ഏതാടാ? മലാക്ക. ആൻഡമാൻ നിക്കോബാറിനെ അവിടെ നോക്കടാ. അതിന് ആൻഡമാൻ നിക്കോബാറിന്റെ അടുത്ത് കിടക്കണ, സോറി ആൻഡമാൻ നിക്കോബാർ അല്ലടാ, അറബിക്കടലിലോട് കിടക്കുന്ന ഐലൻഡ് ഏതാ? അറബിക്കടലിൽ കിടക്കുന്ന ഐലൻഡ് ഏതാ? ലക്ഷദ്വീപാണോ? ഓക്കെ, വെരി ഗുഡ്. ബേ ഓഫ് ബംഗാളിൽ കിടക്കുന്ന ഐലൻഡ് ഏതാ? അത് ഇതല്ലേ, ഏതാ? അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക അല്ല, തെറ്റിപ്പോയി. ഇതെന്താ പേര് മറന്നു. ആൻഡമാൻ നിക്കോബാർ. സോറി, ആൻഡമാൻ. മറന്നതാ. മറക്കണ്ട കേട്ടാ, ശ്രദ്ധിച്ചിരിക്കേ. അതുപോലെ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് വെസ്റ്റേൺ കൺട്രീസും കൊണ്ടുവന്ന കപ്പലുകളെ ഒരു കനാല് വഴി കട്ട് ചെയ്ത് വരുമെന്ന് ഞാൻ പറഞ്ഞു. ഏതാ കനാല്? സൂയസ് കനാലാ? സ്യൂസ്. ഇതവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ മൗസ് വെച്ചേക്കുന്ന ഏരിയ കണ്ടോ? ഈ രാജ്യം ഏതാ? അത് കംബോഡിയ. ഇല്ല, മൗസ് ഇങ്ങനെ കറങ്ങുന്ന സ്ഥലം അത് ആഫ്രിക്കൻ സ്ഥലമാണ്. ആഫ്രിക്കയുടെ ഈ ഒരു പോർഷനിലാണ് എത്യോപ്യ എന്ന സ്ഥലം കിടക്കുന്നത്. ഇതിനോട് ഇവിടെയാണ് സൊമാലിയ. ഈ സൊമാലിയ എന്നുള്ള വാക്കിനെ കുറിച്ച് നീ ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എങ്ങനെയാ കേട്ടേക്കണേ? ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യം കുട്ടികള്. പിന്നെ ഈ സൊമാലിയ കടൽക്കൊള്ളക്കാരെന്ന് കേട്ടിട്ടില്ലേ? അതും കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇതിലൂടെ സുയസ് കനാലിൽ കൂടെ വരുന്ന ഈ വലിയ ഷിപ്പുകളെ ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ട് പോകുന്നതിന്റെ കാരണമാണ് നീ പറഞ്ഞത് അവരുടെ പട്ടിണിയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന ഈ കപ്പലുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ അറബിക്കടലിലുള്ള ഇന്ത്യൻ നേവിക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ നേവി ഈ ഏരിയയിൽ സ്ട്രോങ് ആയതുകൊണ്ട് ഇവിടെ വലിയ മോഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല. ഓക്കെ, കാരണം ഇന്ത്യൻ നേവി കമാൻഡോസ് ഉണ്ട്. അതിൽ ഏറ്റവും പവർഫുൾ കമാൻഡോസ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പവർഫുൾ നേവി കമാൻഡോസിൽ ഒരു ഗ്രൂപ്പാണ് ഇന്ത്യൻ മറീൻസ്. ഓക്കെ, അവരും ഈ ഏരിയയിൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്ര ഇമേജുകൾ, ഈ പിക്ചർ, ഇതിന്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് മനസ്സിൽ വെക്കുക എല്ലാവരും. നൗ വി വിൽ ഡിസ്കസ് ദ പാരഗ്രാഫ്. അപ്പൊ ഇവിടെ ചൈനീസ് ആർമി ഉണ്ട്, ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി, ചൈനയുടെ നേവി ഗ്രൂപ്പാണ്. ഓക്കെ, അവര് കുറച്ച് ഏരിയയില് ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇത് പത്രത്തിൽ വരാനുള്ള റീസൺ. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് 700 നോട്ടിക്കൽ മൈൽ, അതായത് 1300 കിലോമീറ്റർ ദൂരെയായിട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണ്, കാരണം നമ്മളെ സംബന്ധിച്ച് ആ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചോളാം, 700 നോട്ടിക്കൽ മൈൽ. കടലിൽ കിലോമീറ്റേഴ്സ് എന്ന് പറയില്ല, കടലിലൊക്കെ നമ്മൾ നോട്ടിക്കൽ മൈൽ ദൂരം എന്ന് പറയാം. ഇപ്പൊ ഒരു കപ്പൽ ഇത്ര നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ്, അല്ലെങ്കിൽ ഇത്ര നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് പോവാ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഓക്കെ, സോ ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ച് ഒന്ന് നോക്കാം. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ് ഞാൻ ഈ പറഞ്ഞ കണ്ടോ, ഇന്റർനാഷണൽ മാരിടൈം സോൺ ഡീലിമിറ്റേഷൻ വിത്ത് മ്യാൻമർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്. ഓക്കെ, അപ്പൊ പറഞ്ഞ പോയിന്റ്സ് എല്ലാം അവിടെ ക്ലിയർ ആയി.
ആൻഡ് ഇത് തന്നെ ഈ ഒരു സ്പേസിനെ ഈ കടലിൽ കൂടെ ഒക്കെ പോകുന്നതിന് പ്രത്യേക നിയമങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, ആ നിയമം അവിടെ ബാധകമാണ്. ദാറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ലോ ഓഫ് ദ സീ, ദാറ്റ് ഈസ് അൺക്ലോസ്. ഈ ഒരു സോണിലും അത് പെടുന്നുണ്ട്. ആ നിയമമാണ് അവിടെ വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ മലാക്ക സ്ട്രേറ്റ് വളരെ വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാറിന്റെ ക്യാപിറ്റലാണ്. അപ്പൊ അവിടെ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏരിയയാണ്. അപ്പൊ എല്ലാ പോയിന്റ്സും അവിടെ കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ആ സ്യൂയസ് കനാലിൽ നിന്ന് ഇങ്ങനെ കപ്പൽ ഇറങ്ങി വരുന്നു. അപ്പൊ റെഡ് സീ ആണ് ആ ഇറങ്ങി വരുന്ന സ്ഥലം, കപ്പലുകൾ ഇറങ്ങി വരിക. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ആഫ്രിക്കയുടെ സൈഡിൽ നിന്ന് എത്യോപ്യൻ കടൽ കൊള്ളക്കാർ ആക്രമിക്കുന്നത് പോലെ ഹൂതികൾ ഉണ്ടാവും മുകളിൽ നിന്ന്. അതായത് യമൻ, അതുപോലെ തന്നെ ഖത്തർ, ആ ഒരു സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ താലിബാൻ സൈഡിൽ നിന്നുള്ള ഹൂതികളുടെ അറ്റാക്കും ആ ഏരിയയിൽ ഉണ്ടാവാറുണ്ട്. അവരും ഈ ഏരിയയിൽ പോകുന്ന കപ്പലുകളെയും അതുപോലെ കൊമേഴ്സ്യൽ വലിയ വലിയ കപ്പലുകളെയും ആക്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പം മോർ ദാൻ കണ്ടോ 90,000 ഏകദേശം 100,000 അടുത്ത് കപ്പലുകൾ ഇതിലൂടെ പോകുന്നുണ്ട്. 30% ഓഫ് ദ വേൾഡ്സ് ട്രേഡ് ഗുഡ്സ് പാസ് ത്രൂ ദിസ് റൂട്ട് ആണ് എവറി ഇയർ. സോ വളരെ വലിയ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് അതൊരു ചലഞ്ചും ആണ്. കാരണം ഇവരെയൊക്കെ സേഫ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഇമ്പോർട്ടൻസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്ഥലം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഞാൻ ആ മലാക്ക സ്റ്റേറ്റിൽ നിന്ന് ചൈനയിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞ റൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൂട്ടിലെ ചൈനയിലോട്ട് കയറുന്ന കടലിനെയാണ് നമ്മൾ സൗത്ത് ചൈന സീ എന്ന് പറയാ. ആ റൂട്ടിലൂടെ പോകുന്ന ആ ചെറിയ കുഞ്ഞ് ഏരിയ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിന് പറഞ്ഞ പേരാണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഇത്രയും പോയിന്റ്സ് അതിലെല്ലാം ഓർത്ത് വെക്കാനുള്ളതാണ്. റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് യു ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ദ ടോപ്പിക് വിച്ച് വി ഡിസ്കസ്ഡ് ഇൻ ടുഡേസ് ബിഗ് നോട്ട്സ്, ഇറ്റ് ഈസ് ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. അപ്പൊ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് കൃത്യമായിട്ട് ഓർക്കുക, മറന്നു പോകരുത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്സ് ആണ്. ബാക്കി പോയിന്റ്സുകൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിന് വേണ്ടി വായിക്കാം. ആൻഡ് ഞാൻ ഈ ആൻഡമാൻ നിക്കോബാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ സെന്റിനൽ ഐലൻഡ്സ് അല്ലെങ്കിൽ ലക്ഷദ്വീപിന്റെ കോറല് ആൻഡമാൻ ഉണ്ടായത് ഒരു ലാവയിൽ നിന്നുള്ളതാണെന്നും അങ്ങനെയുള്ള വിഷയങ്ങളും എക്സ്ട്രാ പറഞ്ഞ പോയിന്റ്സ് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ ആൻഡമാൻ നിക്കോബാറിൽ ഒരു വലിയ നമ്മുടെ ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്, പോർട്ട്, അതായത് കപ്പൽ അടുപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗലാത്തിയ ബേ, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലാണ് അതുള്ളത്. ഈ ആൻഡമാൻ നിക്കോബാറിലും കുറെ ഐലൻഡുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ഐലൻഡുകളിൽ എയർപോർട്ടുകളുണ്ട്, ചില ഐലൻഡിൽ പോർട്ട് ഉണ്ട്, ചില ഐലൻഡുകളിൽ നേവിയുടെ ആർമിയുടെ ഓഫീസുകളാണ്. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾ വായിച്ചാൽ മതി. സോ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദ സെക്കൻഡ് ടോപ്പിക് വിച്ച് വി ആർ ഡിസ്കസിംഗ് ടുഡേ ഇസ് എ ലേക്ക് കരീബ, സിംബാബ്വേയുടെ അടുത്ത്. ഓക്കെ, വേൾഡിൽ നോക്കിയ സിംബാബ്വെ. ഇത് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു പ്രോബ്ലം വരിക. ഈ ലേക്കിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിൽ വരാനുള്ള മെയിൻ കാരണം എന്തായിരിക്കും എന്ന് പറയാമോ? ഈ ഒരു മിനിറ്റ്, ഇതെന്ത് യെസ്, ഇങ്ങനെയുള്ള ലേക്കുകളൊക്കെ പത്രത്തിൽ വരാനുള്ള മെയിൻ റീസൺ, ആ ലേക്കുകൾ ഈ ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം വരുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഗ്ലോബലി, അപ്പൊ അത് ഇവിടെ അത് തന്നെ റീസൺ. വാട്ടർ ലെവൽ അറ്റ് ലേക്ക് കരീബ ഇൻ ദ സിംബാബ്വെ ഹാവ് ഡ്രോപ്ഡ് dramatically because of the latest എൽ നിനോ ഡ്രോട്ട്. അപ്പൊ എന്താണ് ഈ എൽ നിനോ എന്നുള്ള പോയിന്റ് നമുക്ക് നോക്കണം. ഇതിന്റെ അകത്ത് എൽ നിനോ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ. രണ്ട് പോയിന്റുകൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എൽ നിനോ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് തരാം. എൽ നിനോയും അതുപോലെ തന്നെ ലാ നിന. ഓക്കെ, നമ്മുടെ ഭൂമിയില് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വളരെ ഒത്തിരി വലിയ കടലുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അറബിക്കടൽ എന്ന് പറഞ്ഞു, ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞു, അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, പസഫിക് ഓഷ്യൻ ഉണ്ട്. ഇങ്ങനെ കുറെ ഓഷ്യൻസ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്, ലോകത്തില്. ഇതിൽ ഈ പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓഷ്യനിൽ പെടുന്നതാണ്. അപ്പൊ ഈ പസഫിക് ഓഷ്യന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയില്, വലിയ കടലാണല്ലോ, വലിയൊരു സമുദ്രമാണ്, ആ സമുദ്രത്തിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയില് ആ കടൽ വെള്ളത്തില് ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. അപ്പം ആ കടൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ആണ് ലോകത്തിലെ പല സ്ഥലങ്ങളിലുമുള്ള ക്ലൈമറ്റിൽ വ്യത്യാസം വരിക. ഉദാഹരണം പറഞ്ഞാൽ, ആ കടൽ വെള്ളത്തിലെ ടെമ്പറേച്ചർ വല്ലാതെ ഹൈ ആയാൽ, ചൂട് കൂടിയാൽ
സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്നുള്ള രാജ്യത്തിലേക്ക് വരുന്ന കാർമേഘങ്ങളുടെ അളവിൽ വ്യത്യാസം വരും. അതായത് വേറെ ലാംഗ്വേജ് പറഞ്ഞാൽ ആ പസഫിക് ഓഷ്യനിലെ ടെമ്പറേച്ചറിൽ ഭയങ്കര ഹൈ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെ ശക്തിയായിട്ടുള്ള കൊടുങ്കാറ്റോട്ട് കൂടിയുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു പോയിന്റ് നമുക്ക് പറയാം. നേരെ തിരിച്ച് അവിടെ ക്ലൈമറ്റില് ടെമ്പറേച്ചർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഉള്ളത് കുറവായി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ക്ലൈമറ്റില് വ്യത്യാസം വരും. അപ്പൊ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇന്ത്യയില് ഈ മഴയുടെ അളവിൽ കൂടുതലും കുറവുണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ കാരണം ഈ പസഫിക് ഓഷ്യനിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ വ്യത്യാസമാണ്. ഓക്കെ, അപ്പം എൽ നിനോ എന്ന പ്രതിഭാസം, എൽ നിനോ എന്നൊരു പ്രോബ്ലം ആണ് ഇപ്പൊ പസഫിക് ഓഷ്യനിൽ ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടാവും, അതായത് മഴ ഉണ്ടാവില്ല എന്ന പോയിന്റ്. ഓക്കെ, സോ എൽ നിനോ ലീഡ്സ് ടു ദ ഹോട്ടർ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ലാ നിന എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചായി. അപ്പൊ എൽ നിനോ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഡ്രൗട്ട് ഉണ്ട് എന്ന് പത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇനിയെങ്കിലും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതാണ് അതിന്റെ ബാക്കപ്പ് സ്റ്റോറി. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, സിംബാബ്വേയില് ഒരു വലിയൊരു നദി, ഒരു തടാകം ഉണ്ടായിരുന്നു, അത് വറ്റിപ്പോയി, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. റീസൺ ഈസ് എൽ നിനോ. അപ്പൊ ഗ്ലോബൽ ടെമ്പറേച്ചറിൽ ഹ്യൂജ് വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആ ടെമ്പറേച്ചർ വേരിയേഷൻ ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് സർട്ടൻ ഫിനോമിനൻ, ആൻഡ് ദ ടു ഫിനോമിനൻസ് ആർ എൽ നിനോ ആൻഡ് ലാ നിന. ഐ ഗിവ് യു വൺ ഹോംവർക്ക്. നിങ്ങളെ ആരോടാ ചോദിക്കാം? സൽമ ഇവിടെ ഉണ്ടോ? ഉണ്ട് സർ. സൽമ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്താണ് ഈ എൽ നിനോ ലാ നിന എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണേ. ഓക്കെ സർ. അല്ല വേണ്ട, സൽമ എൽ നിനോ എന്താന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സർ. ഓക്കെ, അടുത്ത ആള് സൗമ്യ. സൗമ്യ എസ്. ലാനിന എന്താന്ന് പറഞ്ഞു തരണം അടുത്ത ക്ലാസ്സിൽ. ഉണ്ടോ? എൽനിനോ എന്താണെന്ന് ഒരാള്, ലാനിന എന്താന്ന് അടുത്തയാൾ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്ന് നോക്കിയാൽ മതി. അത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ ഞാനിവിടെ നിൽക്കണു, നിങ്ങളിവിടെ എന്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കണു, ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ വിഷയം ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുക, ലാനിന എൽനിനോ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഇന്ന് തന്നെ നോക്കിക്കേ, പെട്ടെന്ന് രാവിലെ ഭയങ്കര വെയിലും ചൂടുമായിരുന്നു, വൈകിട്ടായപ്പോഴേക്കും ഇടിമിന്നലും മഴയായി. ഓക്കെ, സോ എവറി മൊമെന്റ് ദിസ് ഗ്ലോബ് ഈസ് ചേഞ്ചിങ്. ഈ ഭൂമി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് നോഹം ഉണ്ടാവണം. അപ്പൊ നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടാവണം. ഓക്കെ, ഇന്ന് രാവിലെയൊക്കെ ഭയങ്കര ടെമ്പറേച്ചർ ഹൈ ആയിരുന്നു. അപ്പൊ ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ ടെമ്പറേച്ചർ ചൂടാകുമ്പോൾ ഭൂമി ചൂടാവും. ഭൂമി ചൂടാകുമ്പോൾ ഭൂമിയോട് ചേർന്നുള്ള ആ ഒരു എയർ മോളിക്യൂൾസ് ഉണ്ടാവില്ല, ആ എയർ മോളിക്യൂൾസ് ചൂടാവും. ആ ചൂടാവുന്ന എയർ മോളിക്യൂൾസ് പെട്ടെന്ന് ആകാശത്തേക്ക്, കാരണം എന്താ, ഏതെങ്കിലും സാധനം ചൂടായി കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് കുറയും, ലൈറ്റ് ആവും. അപ്പൊ എയർ ചൂടായ എയറിന്റെ വെയിറ്റ് കുറയുന്നതുകൊണ്ട് അത് മുകളിലോട്ട് പൊങ്ങിപ്പോകും. മുകളിലോട്ട് പൊങ്ങിപ്പോകുമ്പോൾ ആകാശത്തിന്റെ അങ്ങ് മുകളിലുള്ള ഭാരം കൂടിയ, വെയിറ്റ് കുറഞ്ഞോ മുകളിലോട്ട് ചെല്ലുമ്പോൾ വെയിറ്റ് കൂടിയോ താഴോട്ട് വരും. അപ്പൊ ഈ എയർ ഫ്ലോ ഭയങ്കര സ്പീഡ് നടക്കുമ്പോൾ ആ സ്പീഡ് നടക്കുന്ന എയർ ഫ്ലോ കാരണം എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയാൽ അവിടെ ഇരിക്കുന്ന വെള്ളത്തുള്ളികൾ താഴോട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ടാവും. വലിയ എയർ ഫ്ലോ, ഭയങ്കര വലിയ ലാൻഡ് മാസുകൾ, എയർ മാസുകൾ, വലിയൊരു എയർ മാസ് ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യുവാണെങ്കിൽ അവിടെ ഡിസ്ചാർജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വലിയ ഇടിമിന്നലും ഇടിമുഴക്കങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ എന്റെ കുഞ്ഞുനാളില് എന്റെ അമ്മൂമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, പഴയ വീടുകളിലൊക്കെ തട്ടിൻപുറം എന്നൊരു സംഭവമുണ്ട്. തട്ടിൻപുറം എന്ന് പറഞ്ഞാൽ തടി കൊണ്ടുള്ള, പഴയ കാലത്തെ കേരളത്തിലെ വീടുകളൊക്കെ തടി കൊണ്ടുണ്ടാക്കിയത്. എന്റെ വീടൊക്കെ അങ്ങനത്തെ വീടുകളാണ്. അപ്പൊ തടി കൊണ്ടുണ്ടാക്കിയ വീടുകൾക്ക് തട്ടിൻപുറം എന്നൊരു സാധനം ഉണ്ടാവും. തട്ടിൻപുറം വീടിന്റെ മുകളിൽ ഒരു സെറ്റ് പോലെ സ്ഥലമാണ്. അപ്പൊ ഈ തട്ടിൻപുറത്ത് പണ്ട് നമ്മൾ വീട്ടില് തേങ്ങയൊക്കെ ഇങ്ങനെ പറക്കി ഇടും. അപ്പൊ ഈ തടിയുടെ വീടായതുകൊണ്ട് അതിന്റെ മുകളിൽ തേങ്ങ പറക്കിയിടുമ്പോൾ ഡും 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 എന്ന് വെച്ച്. അപ്പൊ എന്നോടൊക്കെ എന്റെ കുഞ്ഞാളിലൊക്കെ എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു, ഈ ആകാശത്ത് ആരോ തേങ്ങ പറക്കിയിടുന്നതാണ്, അതുകൊണ്ടാണ് ഡും 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 വെച്ച് വെക്കുന്നത്. അങ്ങനെയല്ല, ശരിക്കും സയൻസും കൂടെ ഒരു കൺസെപ്റ്റൂടെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് പറയുന്ന പോലെ ലോകത്തിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ഫിനോമിനൻസ്, പ്രതിഭാസങ്ങളെ കുറിച്ച് ഒരു മിനിമം നോളജ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ലാനിന ഒരു വലിയ പ്രതിഭാസമാണ്. ലോകത്തിനെ മുഴുവൻ മുൾമുനയിൽ അല്ലെങ്കിൽ കൺട്രോളിൽ നിർത്താൻ ആ പസഫിക് ഓഷ്യന്റെ
ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് പറ്റും നിങ്ങൾ മനസ്സിലാക്കണം. ലാനിനെയും അതുപോലെ തന്നെയാണ്. സോ റെഡ്യൂസ് റെയിൻഫോൾ ഇൻ ദ സദേൺ. ഓക്കെ, ഇപ്പൊ ലേക്ക് കരീബയെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് ഭയങ്കര വേൾഡ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്കും റിസർവെയറും വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമായിരുന്നു. സാംബിയയുടെയും സിംബാബ്വേയുടെയും ബോർഡറിലാണ് ഇത് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ രാജ്യങ്ങൾ എവിടെയൊക്കെയാണെന്നൊന്നും മാപ്പിൽ ഐഡന്റിഫൈ ചെയ്തോണം കേട്ടോ, പഠിക്കാൻ എളുപ്പത്തിന്. ഓക്കെ, it was created following the completion of the Kariba Dam to the northeastern end, which flooded the Kariba Gorge. രണ്ട് റിവറുകളാണ് ഈ കരീബ ഗോർഗും അതുപോലെ ഓൺ ദ സാംബസി റിവറിൽ നിന്നുള്ള വെള്ളം വന്ന് ഒരു ഡാം പോലെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുണ്ടാക്കി എന്ന് പറഞ്ഞാലും ഈ ഇതിൽ വന്ന് വെള്ളം വീഴുന്ന ആ വെള്ളം ഉപയോഗിച്ച് ചില ഇലക്ട്രിക് പവർ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഒക്കെ പ്രൊജക്ട് ഉണ്ടെങ്കിലും ഇപ്പോ ഈ പ്രതിഭാസം എൽ നിനോ പ്രതിഭാസം കാരണം വെള്ളത്തിൽ കുറവുണ്ടായി. സ്വാഭാവികമായിട്ടും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ടുകളും ആ രണ്ട് രാജ്യങ്ങളിലേക്ക് സാംബിയയ്ക്കും സിംബാബ്വേക്കും കിട്ടുന്ന വെള്ളത്തിലും വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളതാണ് പത്രത്തിൽ ഇത് ന്യൂസ് ആവാനുള്ള റീസൺ. ഓക്കെ, സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ബിക്കോസ് സിംബാബ്വെ എന്നുള്ള രാജ്യം ഇതിനെ ഒരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ടാണ്, കാരണം അത്രയും ക്രൈസിസ് വന്നു അവർക്ക്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ ക്രൈസിസ് ആ രാജ്യത്തിന് ഉണ്ടാകുന്നുള്ള കാരണം എൽ നിനോ ആണെന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. And the third important topic which we are discussing today is the Pradhan Mantri Ujjwala Yojana, PMUI. ഈ ഉജ്ജ്വല എന്നുള്ള പറഞ്ഞാൽ ജ്വാല എന്ന് പറഞ്ഞാൽ തീ കത്തിക്കുക എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല ഉദാഹരണം പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ഇന്നിപ്പോ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്രത്തില് ഒരു ന്യൂസ് വന്നിട്ടുണ്ടാവും. ഡൽഹിയില് ഭയങ്കര വലിയ എയർ പൊല്യൂഷൻ ആണ്. അപ്പൊ ഡൽഹിയില് ഇന്നിപ്പോ 5ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾക്ക് അവധിയാണ്. വൈ? ബിക്കോസ് 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം അത്രയും വലിയ അറ്റ്മോസ്ഫിയർ അത്രയും പൊല്യൂട്ടഡ് ആണ്. അവർ ചുമയ്ക്കും, അവർക്ക് അസുഖങ്ങൾ വരും, വലിയ പ്രശ്നമാണ്. അപ്പം പ്രധാൻ മന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പൊല്യൂഷൻ എങ്ങനെ കുറയ്ക്കാന്നാണ് ചിന്തിച്ചത്. ഇപ്പൊ നിങ്ങളൊക്കെ ഇന്ത്യ എന്നുള്ള രാജ്യത്തെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് അവിടുത്തെ പഴയ ഗ്രാമങ്ങളിൽ, ഉൾഗ്രാമങ്ങളിലൊക്കെ അവർ ഈ പശുവിന്റെ ചാണകം എടുത്തിട്ട് ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കും, വട്ടത്തി ദോശ പോലെ. അപ്പൊ അതിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് അത് അവിടുന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഈ ചാണകം ഇങ്ങനെ അടിക്കടിക്ക് വീട്ടിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ടോ. എന്നിട്ട് ഈ ചാണകം ആണ് ഇവര് തീപ്പെട്ടി ഉരച്ച് കത്തിച്ചിട്ട് അടുപ്പിൽ വിറക് പോലെ, നമ്മളിപ്പോ വിറക് ഉപയോഗിക്കണ പോലെ ഇവര് ഈ ചാണകത്തിനെ ഉപയോഗിച്ച് കത്തിച്ചിട്ട് വീട്ടിലെ അരിയും ഫുഡൊക്കെ കുക്ക് ചെയ്യണ്ട. അപ്പൊ എന്താ പ്രോബ്ലം ഉണ്ടാകുന്ന വെച്ചാൽ എന്താ, ഭയങ്കര പൊല്യൂഷൻ ഉണ്ടാവും. ഇതിനെ റീപ്ലേസ് ചെയ്യാന്നുള്ള വളരെ ഇമ്പോർട്ടന്റ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, അവർക്ക് ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ കൊടുക്കുക എന്നുള്ള, അതായത് നമ്മുടെ ഗ്യാസ് കുറ്റി കൊടുത്താൽ മതി, പ്രശ്നം തീർന്നു. അപ്പം ദ ഹൈലൈറ്റ് ഈസ് LPG കണക്ഷൻ. ഇതിനു വേണ്ടി നമ്മൾ തുടങ്ങിയ സ്കീമാണ് പ്രധാൻ മന്ത്രി ഉജ്ജ്വല യോജന. ഇത് കേൾക്കുമ്പോൾ കേരളത്തിലുള്ള നമുക്ക് ഭയങ്കര തമാശ തോന്നും. കാരണം നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് തൊട്ടേ, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് കുറ്റിയൊക്കെ ഉണ്ടാവും. അത് കേരളം കുറച്ചുകൂടെയൊക്കെ എഡ്യൂക്കേറ്റഡ് ആണെന്നും, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഭൂരിഭാഗം ജനങ്ങൾ ഒരു മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്സും അല്ല ലോ ക്ലാസ്സും അല്ല, ഒരു മിഡിൽ ക്ലാസ് സംസ്കാരം കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു സൗകര്യങ്ങളൊക്കെ പണ്ടേ കുഞ്ഞിലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ വീട്ടിൽ വിറക് ഉപയോഗിച്ച് കത്തിക്കുന്ന അടുപ്പുകൾ പോലും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, വളരെ കുറവാണ്. ചില ഹോട്ടലുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില വീടുകളിൽ ഉണ്ടാവില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. എന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഉൾഗ്രാമങ്ങളിൽ നോക്കിയാൽ ഇപ്പോഴാണ് ആ ഒരു റവല്യൂഷൻ വന്നത്. സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി നമ്മൾ തുടങ്ങിയതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, നമുക്ക് കോമൺ സെൻസ് ചിന്തിക്കാൻ പറ്റും. എന്തിനാണത്? LPG ഗ്യാസ് റൂറൽ ആൻഡ് ഡിപ്രീവ്ഡ്, സാധാരണ വീട് ആവശ്യങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്തിനാ അങ്ങനെ ചെയ്യണേ? സാധാരണഗതിയിൽ അവര് ട്രഡീഷണൽ കുക്കിങ്ങിന് എന്താണ് ഉപയോഗിക്കുന്നത്? ഫയർവുഡ്, തടി ഉപയോഗിക്കും, കൽക്കരി, കോൾ, കൗഡങ് കേക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുന്നതിന് വഴി എന്താ ഉണ്ടാവുക? ഈ കുക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ശ്വാസമുട്ടലും പിന്നെ എൻവയറമെന്റ് പൊല്യൂഷൻ വേറെ. ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് വി സ്റ്റാർട്ടഡ് ദ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഡെഫിനറ്റ്ലി അതിന്റെ ഫീച്ചേഴ്സ് താഴെയുണ്ട്, വായിക്കുക. റെഡ്യൂസിങ് ഡെത്ത് കേൾക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും, പക്ഷെ ഒട്ടുമിക്ക നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നോക്കിയാൽ, തമിഴ്നാടൊക്കെ നോക്കിയാൽ ഒട്ടുമിക്ക പെൺകുട്ടികളും മരിച്ചു പോയിട്ടുണ്ട് ഈ വിഷയം കാരണം, അസുഖങ്ങൾ വരാം. ഓക്കെ, സോ നമ്മള് ഉജ്ജ്വല എന്ന പ്രോജക്ട്, അതിന്റെ രണ്ടാമത്തെ വെർഷനാണ് 2.0.
ഓക്കെ, 2-3 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ആർട്ടിമിസ് അക്കോർഡ്. അക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. നമ്മൾ അക്കോർഡ് എന്ന് പറയുന്നത് ഒരു രാജ്യം വേറൊരു രാജ്യമായിട്ട് ഒരു എഗ്രിമെന്റ് പോലെ ചെയ്യുന്നില്ല. അപ്പം ഈ ആർട്ടിമിസ് അക്കോർഡിന്റെ അകത്തേക്ക് സ്വീഡൻ എന്ന രാജ്യം ഒഫീഷ്യലി ജോയിൻ ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റ്. അപ്പൊ ഈ ആർട്ടിമിസ് അക്കോർഡ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിന്റെ അകത്തേക്ക്, ആ ഒരു എഗ്രിമെന്റിന്റെ അകത്തേക്ക് എല്ലാ രാജ്യങ്ങളും വന്നിട്ടുണ്ട്. സ്വീഡൻ 38ാമത്തെ രാജ്യമായിട്ട് വന്നേക്കും. സോ സ്വീഡൻ ഇസ് ദ 30th country ടു ജോയിൻ ദ ആർട്ടിമിസ്. അപ്പൊ ഒരു ഡൗട്ട് നമുക്ക് വരും, എന്താണ് ഈ ആർട്ടിമിസ് അക്കോർഡ് എന്ന് പറഞ്ഞത്? ഓക്കെ, അത് സ്പേസ് എക്സ്പ്ലോറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിമിസ് അക്കോർഡ് എന്ന് പറയാം. അതായത് നമുക്കിപ്പോ ഉദാഹരണം പറഞ്ഞപ്പോ കേരളത്തില് നമ്മൾ ഇന്ത്യയിൽ വണ്ടി ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങളുണ്ട്. ഇതേപോലെ ഏകദേശമുള്ള ട്രാഫിക് നിയമങ്ങൾ തന്നെയാണ് നിങ്ങൾ UK പോയാലും റഷ്യയിൽ പോയാലും അമേരിക്കയിലും പോയാലും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും. എന്നാൽ ഔട്ടർ സ്പേസിൽ പോയാൽ ഈ രാജ്യങ്ങളുള്ള പോലെ എന്തെങ്കിലുമൊക്കെ നിയമ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റുകളും വേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണം പറഞ്ഞ എന്റെ ക്ലാസ്സിൽ ഓക്കെ അനന്യ അനന്യ ഇംഗ്ലീഷ് ഒരു സിനിമയുണ്ട് ഗ്രാവിറ്റി. സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഗ്രാവിറ്റി എന്നൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുള്ളവര്? പിള്ളേരെ, നിങ്ങൾ എന്ത് സിനിമയൊക്കെയാ കാണുന്നത്? നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആരാ ചാറ്റ് ബോക്സിൽ എന്തിട്ടുണ്ട് നോക്കട്ടെ. ചാറ്റ് ബോക്സ് ഓപ്പൺ ആവണല്ലോ. ചാറ്റ് ബോക്സ് ഓക്കെ, ചാൻസ് ഉണ്ട്. ഹരി, നീ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം സയൻസ് ഫിക്ഷൻ മൂവീസ് എനിക്ക് ഇഷ്ടമാണ് കുറച്ച്. അപ്പം ഓക്കെ, സാന്ദ്ര ബുള്ളോക്ക് എന്നൊരു സിനിമ അടിയാ. അറിയില്ല. അല്ല, കഥ ഔട്ടർ സ്പേസില് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനില് ഇപ്പൊ റീസെന്റ് ആയിട്ട് നീ കേട്ടിട്ടുണ്ടോ? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനില് സുനിത വില്യംസ് എന്ന് പറഞ്ഞൊരു ആസ്ട്രോനോട്ട്, അവര് പെട്ട് കിടക്കുവാണ് ഇപ്പൊ അവിടെ. അവർക്ക് ഭൂമിയിലേക്ക് വരാൻ പറ്റാതെ അവരുടെ പോയ വണ്ടി കംപ്ലൈന്റ് ആയിട്ട്, സ്പേസ് ഷിപ്പ് കംപ്ലൈന്റ് ആയിട്ട് പെട്ട് കിടക്കുവാണ്. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എലൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ കമ്പനി ഷിപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അടുത്ത വർഷം 2025 ഫെബ്രുവരി ആകുമ്പോഴേ അവർക്ക് തിരിച്ചു വരാൻ പറ്റൂ. ഇതൊരു ന്യൂസ് ആയിരുന്നു. അപ്പൊ ഇതുപോലെ ഔട്ടർ സ്പേസില് ഒരു ആസ്ട്രോനോട്ട് പെട്ടുപോവുകയും അവരവിടുന്ന് ഭൂമിയിലേക്ക് തിരിച്ച് രക്ഷപ്പെട്ട് വരുന്നതുമായിട്ടുള്ള സിനിമയാണ് ഈ ഗ്രാവിറ്റി എന്നുള്ള പടം. എല്ലാരോടും കൂടി പറയുകയാണ് ഞാൻ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടെലിഗ്രാം ഉണ്ടെന്ന് എനിക്കറിയാം, ആപ്പ് ഉണ്ട്. ടെലിഗ്രാമിൽ നിങ്ങൾക്ക് മൂവീസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഈ മൂവീസ്, പൈറസീനെ ഞാൻ സപ്പോർട്ട് ചെയ്യല. സെലക്ട് സർട്ടൻ മൂവീസ് ആൻഡ് വാച്ച് ദോസ് മൂവീസ്. നമ്മുടെ ഒരു ചിന്താഗതിയിൽ നമ്മൾ ഡെവലപ്ഡ് ആവും. മനസ്സിലായോ? നിങ്ങൾ അണ്ടർ റേറ്റഡ് ആയിട്ട് ജീവിക്കരുത്. വളരെ വിശാലമായിട്ട് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട് സിനിമകൾ കാണാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്തായിരിക്കണം? നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന വിഷയങ്ങൾ സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കണം, ക്വാളിറ്റി ഉള്ളതാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ മൂവിക്കകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഭൂമിക്കകത്തേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ലേഡി, അവർ കഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് ജീവിക്കാൻ വേണ്ടി തിരിച്ചു വരുക. അവരവിടെ പെട്ടുപോയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരെങ്ങനെയാ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ചാല്, ഇങ്ങോട്ട് വരാൻ വേണ്ടി അവര് ഒരു ചൈനീസ് വണ്ടിക്കകത്താണ് കയറി പറ്റുന്നത്. ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ചൈന വണ്ടി. അപ്പൊ ചൈന വണ്ടിക്കകത്ത് കയറുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ, ആ വണ്ടിക്കകത്ത് എഴുതി വെച്ചേക്കണ സ്വിച്ചുകളും ബട്ടണും അതിൽ എഴുതി വെച്ചേക്കണ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം ചൈന ലാംഗ്വേജിലാണ്. ഇവർക്കത് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ ഇവരെങ്ങനെ അബദ്ധത്തിൽ ഓരോ ബട്ടൺ പിടിച്ച് ഞെക്കി രക്ഷപ്പെട്ട് വരുന്നതായിട്ടാണ് സിനിമയിൽ. അപ്പൊ ഇത് ലോകത്തിലുള്ള എല്ലാ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഫോണിലെ സിമ്മ്, എന്റെ ഫോണിലുള്ള സിമ്മ്, നിങ്ങൾ അമേരിക്ക പോയാൽ ആ സിമ്മിന്റെ സൈസ് അത് തന്നെയായിരിക്കും, റഷ്യയിൽ പോയാൽ അത് തന്നെയായിരിക്കും. അപ്പം ഒരേ സ്റ്റാൻഡേർഡ് സിം ഉണ്ടാവും. അപ്പൊ എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഒരു കോമൺ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, കോമൺ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമാണ്. ബാക്കി രാജ്യങ്ങൾ പോലെയല്ല. സ്പേസിൽ പോയാൽ ഇവിടുത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ രാജ്യം പോലെ അങ്ങനെയില്ല. അവിടെ വേറെ ലോകമാണ്. അപ്പം ആർട്ടിമിസ് അക്കോർഡ് ഈസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ഫോർ ദ സ്പേസ് എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ എമംഗ് നേഷൻസ്, പർട്ടിക്കുലർലി ദോസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ നാസാസ് ആർട്ടിമിസ് പ്രോഗ്രാം. നാസയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടിമിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇതില് മെയിൻ ആയിട്ടുള്ളത് 7 ഫൗണ്ടിങ് മെമ്പേഴ്സാണ് ഉള്ളത്. ഓസ്ട്രേലിയ ഉണ്ട്, കാനഡ ഉണ്ട്, ഇറ്റലി, ജപ്പാൻ, ലക്സംബർഗ്, UAE, UK.
ഇത്രയും പേരാണ് ഉള്ളത്. അപ്പൊ ഇവരുടെ മെയിൻ പരിപാടി എന്താണ്? ഇവര് മെയിൻ ആയിട്ട് ഈ എക്സ്പ്ലോറേഷൻ ആണ്. എവിടെയൊക്കെ? മൂണില്, മാർസില്, അതുപോലെ ഉൽക്കയുടെ അടുത്തോട്ട്, അതുപോലെ തന്നെ ആസ്ട്രോയിഡ്സ്, ചില സ്പേസിൽ കൂടെ പോകുന്ന ചില പാറക്കഷ്ണങ്ങൾ, അവരുടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതിലാണ് ഇവരുണ്ടാവുക. ഇത് ഔട്ടർ സ്പേസ് 3T എന്ന് പറഞ്ഞ് 1967 നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഔട്ടർ സ്പേസിൽ പോയി കഴിഞ്ഞാൽ വെറുതെ അടിപിടി ഉണ്ടാക്കരുത്, പീസ് സമാധാനപരമായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങൾ പോവാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ആർട്ടിമിസ് അക്കോർഡ്. ഓക്കെ, അത്രയും പോയിന്റ്സ് ആണ് അതിലുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും അയച്ചു വെക്കുക. പിന്നെ അതിൽ എഴുതിയേക്കണ ആ സ്പേസിൽ പോകുമ്പോൾ ഇന്ന രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, ആവശ്യമില്ലാതെ അലമുണ്ടാക്കരുത്, അവിടുത്തെ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കണം, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഡിസ്പോസൽ, നന്നായിട്ട് സേഫ് ഡിസ്പോസൽ ഓഫ് സ്പേസ് ക്രാഫ്റ്റ്, വണ്ടി അവിടെ എവിടെയും പാർക്ക് ചെയ്തിട്ട് പോകരുത്, അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട്. ഇനി ഇന്ത്യ ഈ അക്കോർഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ജോയിൻ ചെയ്തു 23-ലാണ് ഈ അക്കോർഡിൽ ജോയിൻ ചെയ്യണേ, 27ാമത്തെ രാജ്യമായിട്ട്. ഓക്കെ, 27ാമത്തെ രാജ്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നാസ ISROയും കൊളാബറേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു അഗ്രിമെന്റ് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ISRO വിടുന്ന ആൾക്കാർക്ക് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ താമസിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ സുനിത വില്യംസ് അവിടെ പോയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ലോഡ്ജ് പോലെയാണ്. അപ്പൊ ലോഡ്ജിൽ പോയി മുറിയുണ്ട്, അപ്പൊ മുറിയിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ആർട്ടിമിസ് അക്കോർഡ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ലക്ഷ്മണ തീർത്ഥ റിവർ, ഒരു പുഴയാണ്. വീണ്ടും പറയാനുള്ളത്, കനത്ത ചൂട് കാരണം ഈ പുഴ വറ്റിപ്പോയി. ലോകം മുഴുവൻ ഈ പ്രശ്നമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സിംബാബ്വേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോൾ ദേ കിടക്കണു, നമ്മുടെ ഇവിടെയും ഒരു പുഴ തന്നെ വറ്റിപ്പോയി. അവിടെ ഒരു കുളമാണ് പോയെങ്കിൽ ഇവിടെ പുഴയാണ്, വെള്ളമേ ഇല്ല. ഓക്കെ, എക്സ്ട്രീം കണ്ടീഷനാണ്, വെള്ളം ഉണ്ടായില്ല. സോ ഇതെവിടെയാ? കർണാടകത്തിലാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കർണാടകത്തിലെ കൂർഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കൊടക് ജില്ല, അവിടെ ബ്രഹ്മഗിരി എന്നൊരു മലനിരകളുടെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റിവർ ആയിരുന്നു. പടപടല ഇല്ലാതായി പോയി. ഓക്കെ, അതിങ്ങനെ ഒഴുകി വരുമായിരുന്നു, സൗത്തിലേക്ക് വന്ന് സ്വാഭാവികമായിട്ടും കാവേരി റിവർ ജോയിൻ ചെയ്തിട്ട് കൃഷ്ണരാജസാഗര ലേക്കിൽ വന്ന് എത്തുന്ന രീതിയിലായിരുന്നു റിവർ വന്ന്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിപ്പോ ഇല്ല. ഓക്കെ, അതിലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് ഇരുപ്പ് ഫോൾസ്, ലക്ഷ്മണ തീർത്ഥ ഫോൾസ് എന്ന് വരും. അതെല്ലാം ഉണ്ടായില്ല. കേരളത്തിന്റെ തീരപ്രദേശം നമ്മുടെ നാഗർകോയിൽ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഈ ഒരു റിവറിനോട് ചേർന്ന് കാവേരി റിവറും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ സാധനം ഇല്ലാതായി. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ലക്ഷ്മൺ തീർത്ഥ റിവർ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളോട് ചോദിക്കും, ഈ കർണാടകത്തിൽ റീസെന്റ് ആയിട്ട് ഡ്രൈഡ് ആയി വറ്റിപ്പോയ റിവർ ഏതാ? ഓക്കെ, അതുപോലെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും, ആർട്ടിമിസ് അക്കോർഡില് ഇന്ത്യ എത്രാമത്തെ രാജ്യമായിട്ടാണ് ജോയിൻ ചെയ്തത്? ഓക്കെ, അപ്പൊ അങ്ങനെ എക്സാമിൽ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കും, അതൊക്കെ ആലോചിച്ച് വെക്കുക. അതുപോലെ സ്വീഡൻ ആർട്ടിമിസ് അക്കോർഡിൽ എത്ര രാജ്യമായിട്ടാണ് ജോയിൻ ചെയ്തത് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഈ ലേക്ക് കരീബ എവിടെയാണെന്ന് ചോദിക്കും. നിങ്ങളോട് എക്സാമിന് ചോദിക്കും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണെന്ന് ചോദിക്കും. ആൻഡ് ഓൾസോ ദേ വിൽ ആസ്ക് നിങ്ങളോട് വാട്ട് ഈസ് സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് ചോദിക്കും. ആൻഡമാൻ നിക്കോബാറിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. Okay, so these are the important topics which we discussed in the today's session.